അത് ഞാൻ അറിഞ്ഞോട് സംഭവിച്ചാണോ? ആണോ? ഈശ്വര, ഞാനെന്ത് സമാധാനം പറയും? ഹലോ, ഞാൻ ഭാർഗവനാണ്. ഇല്ല, മാരിയപ്പന്റെ നേരെ 6-7 വെടിയാൻ വെച്ചു. 1-2 കൊണ്ടു. പക്ഷെ അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. രക്ഷപ്പെട്ടെന്നോ? എന്ന് വെച്ചാൽ എന്റെ 20 കോടി പോയെന്നോ? സമ്മതിക്കില്ല ഞാൻ. പോയത് തിരിച്ചു പിടിക്കാതെ ജീവനോടെ എന്റെ മുമ്പിൽ താൻ വരരുത്. 1-2 20 കോടിയാണ്. ഭാർഗവ, തന്നെ ഞാൻ ചുട്ടുകരിക്കും. രാമനാഥനാ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കഞ്ചാവ് മാഫിയ അതിശക്തമാണ് ഇവിടെ. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ലഹരിയുടെ അടിമകളാക്കി കോടികൾ കൊയ്യുന്ന ഭീകരന്മാരുടെ താവളമാണെന്ന് കേരളം. ആത്മാഭിമാനമുള്ള ഒരു മലയാളി ഈ അപമാനഭാരം താങ്ങി എത്ര നാൾ തലകുനിച്ചു നിൽക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എക്സൈസ് മന്ത്രി ശ്രീമാൻ ധനുവച്ചപുരം ധനപാലന്റെ ധീരമായ ഈ നടപടി. ഇവിടെ തൊട്ടടുത്ത് അദ്ദേഹം തന്നെ നേരിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച കഞ്ചാവ് തോട്ടം ഇന്നിവിടെ തീയിട്ട് നശിപ്പിച്ചുകൊണ്ട് വരും നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന വ്യാപകമായ കഞ്ചാവ് വേട്ടയ്ക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ അഭിമാനമായ, നമ്മുടെ അഹങ്കാരമായ ബഹുമാനപ്പെട്ട മന്ത്രിയെ 2 വാക്ക് സംസാരിക്കാൻ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. ഒരു സാധാരണ പ്രവർത്തകനായി പൊതുരംഗത്ത് പ്രവർത്തിച്ചു വന്ന ആളാണ് ഞാനെന്ന് നിങ്ങൾക്കറിയാം. അധികാരം ഒരിക്കലും എന്നെ മോഹിപ്പിച്ചിട്ടില്ല. മറിച്ച് അതൊരു ഭാരിച്ച ഉത്തരവാദിത്വമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ.